إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والله الذي أرسل الرياح فتثير سحابا فسقناه إلى بلد ميت فأحيينا به الأرض بعد موتها كذلك النشور. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധാരാളക്കണക്കിന് നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നൽകിയ നിഅമത്തുകളെ നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെ ക്ലിപ്തപ്പെടുത്താൻ സാധ്യമാവാത്ത വിധം അതിവിശാലമാണ്, അത്രയും എണ്ണമറ്റതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിൽ ആ കാര്യം പറയുന്നുണ്ട്. വൈൻ തഉദ്ദു നിഅമത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ നിഅമത്ത്, അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുകയാണെങ്കിൽ ലാ തുഹ്സൂഹ,
അതിനെ ക്ലിപ്തപ്പെടുത്താൻ, എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. എന്ന് പറഞ്ഞാൽ അത്രയും അധികം അനുഗ്രഹങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ട വലിയ ഒരു നിഅമത്തും റഹ്മത്തുമാണ് നമ്മൾ ഈ സമയത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഴ എന്ന് പറയുന്നത്. അതിലെ ഓരോ തുള്ളി വെള്ളവും അള്ളാഹുവിന്റെ റഹ്മത്താണ്, കാരുണ്യമാണ്. ആ ഓരോ തുള്ളി വെള്ളത്തിനും കൃത്യമായി നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഭൂരിപക്ഷം ആളുകളും മനുഷ്യരും നന്ദി കാണിക്കുന്നില്ല. അതൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് അതിശക്തമായ വേനലിനെ, ചൂടുകാലത്തെ അഭിമുഖീകരിച്ച് നമുക്ക് സന്തോഷം എന്നോണമാണ് അള്ളാഹു ആ മഴയെ നമുക്ക് നൽകിയത്. ആ മഴ നമ്മളിലേക്ക് വന്നപ്പോൾ ചൂടിന് ആശ്വാസം ലഭിച്ചു. അതേപോലെ വെള്ളത്തിന് ദുരിതത്തിലായ പലർക്കും വെള്ളം സമൃദ്ധമായി വെള്ളം ലഭിച്ചു. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത്, ആ വെള്ളത്തിന് നമ്മൾ കുടിക്കുമ്പോൾ, നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നന്ദി കാണിക്കാൻ നമുക്ക് സാധിച്ചോ എന്നുള്ളതാണ്. ഇവിടെ വിശുദ്ധ ഖുർആനിൽ മഴയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, മഴയിലൂടെയാണ് അള്ളാഹു മഹത്തായ അനുഗ്രഹമായ വെള്ളത്തെ നമുക്ക് നൽകിയത്. എന്നാൽ മഴയുടെ രൂപീകരണത്തെ പറ്റി വിശുദ്ധ ഖുർആൻ നടത്തിയ പരാമർശങ്ങൾ, ആധുനിക സയൻസ് ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയ അതിലെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി, ഒരു അബദ്ധവും സംഭവിക്കാതെ 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വഹിയിലൂടെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ കിതാബിൽ കൃത്യമായി അതിൽ ഒരു വരിയും ഒരു വാക്കും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ്. മഴയുടെ ഓരോ സ്ഥലത്തേക്കും എത്തിക്കുന്ന, തടഞ്ഞു നിർത്തുന്ന മലകളുടെ പങ്ക്, അതേപോലെ മരങ്ങളുടെ പങ്ക്, അതേപോലെ കാറ്റ് വഹിക്കുന്ന പങ്ക്, നമ്മുടെ മക്കൾ സയൻസിൽ പഠിക്കുന്ന ബാഷ്പീകരണം എന്ന ആ കാര്യങ്ങൾ, ഇതെല്ലാം വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. മഴ പെയ്യുന്നതിന് മുമ്പുള്ള കാറ്റിനെ കുറിച്ച് പലയിടത്തും മഴക്കാറ്റുകളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മഴമേഘങ്ങളെ, അതിന്റെ ഉറവിടങ്ങളെ ആദ്യമായി കാറ്റുകളാണ് രൂപപ്പെടുന്നത്. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. സൂറത്തു റൂമിലെ 46-ാമത്തെ ആയത്ത് എന്താണ്? അള്ളാഹു പറയാണ്, വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ആയാത്തുകളിൽ, ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് റീഹ് എന്ന് പറഞ്ഞാൽ കാറ്റാണ്. കാറ്റുകളെ അയക്കുക എന്നത് അള്ളാഹുവിന്റെ ആയാത്തുകളിൽ പെട്ടതാണ്. ആ കാറ്റിനെ അയച്ച് എങ്ങനെയാണ് ആ കാറ്റ് വരുന്നത്? മുബശ്ശിറാത്തിൻ, ആ സന്തോഷ സൂചകമായിട്ടാണ് കാറ്റ് വരുന്നത്. എന്താണ് സന്തോഷം? മഴ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ആ സന്തോഷ സൂചകമായി ആ കാറ്റിനെ ആദ്യം അള്ളാഹു അയക്കുകയാണ്. എന്തിനാണ് ആ കാറ്റ്? വലിയുദീഖകും മിർ റഹ്മത്തിഹി, അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങളെ ആസ്വദിപ്പിക്കാനാണ്. എന്താണ് ആ റഹ്മത്ത്? മഴയാകുന്ന റഹ്മത്താണ്, വെള്ളമാകുന്ന റഹ്മത്താണ്. ആ റഹ്മത്ത് അനുഭവിപ്പിക്കാൻ കാറ്റയച്ചു എന്നത് അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. എന്നാൽ മഴ കിട്ടിയാൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? പലപ്പോഴും നമുക്കനുസരിച്ച് മഴ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? മഴയെ ശപിക്കുക, വിശ്വാസിക്ക് ചേർന്നതല്ല, ശാപവാക്കുകൾ പറയുക. ലാ യംബഗീ ലിൽ മുഅ്മിൻ അൻ യകൂന ലആനൻ, ശാപവാക്കുകൾ, നശിച്ച മഴ, ഇതെന്തൊരു മഴയാണ്, നാശം പിടിച്ച മഴ. ഇത്തരം പരാമർശങ്ങൾ മുഅ്മിനിന്റെ നാവിൽ നിന്നുണ്ടാകാൻ പാടില്ല. ലാ തസുബ്ബു ദഹർ ഇന്നമാ അന ദഹർ, കാലത്തെ നിങ്ങൾ ചീത്ത പറയരുത്, ഞാനാണ് കാലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അങ്ങനെ മഴയുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് എവിടെ നിന്ന് പറഞ്ഞു? ഈ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ കേൾക്കുമ്പോൾ, അറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്, നമ്മുടെ ഈമാനിനൊരു ദൃഢതയാണ് വരേണ്ടത്. വിശുദ്ധ ഖുർആൻ ദൈവീകമാണ്, അതിൽ ഒരു ഹർഫ് പോലും തെറ്റിയില്ല. ഖുർആൻ നടത്തിയ പരാമർശങ്ങളൊന്നും പിഴച്ചില്ല. അക്ഷരങ്ങൾ വായിക്കാൻ അറിയാത്ത നിരക്ഷരനായ പ്രവാചകന്റെ നാവിലൂടെയാണ് ലോകം ഇത് കേൾക്കുന്നത്. എത്ര അത്ഭുതമാണ്! വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിലെ തന്നെ 48-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാറ്റിനെ പറ്റി, അല്ലാഹുല്ലദീ യുർസിലു റിയാഹ ഫതുസീറു സഹാബൻ, അല്ലാഹു കാറ്റുകൾ അയക്കുന്നവൻ അവനാണ്. ഫതുസീറു സഹാബൻ, അങ്ങനെ മേഘങ്ങളെ അവൻ ഇളക്കി വിടുന്നു. ആ കാറ്റിലൂടെ മേഘങ്ങളെ ഇളക്കി വിടുന്നു. ഫയബ്സുതുഹു ഫിസ്സമാ, എന്നിട്ട് ആകാശത്ത് അതിനെ പരത്തുന്നു. കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിനെ പരത്തുന്നു. വയജഅലുഹു കിസഫൻ, എന്നിട്ട് അതിനെ കഷ്ണം കഷ്ണമായി അതിനെ മാറ്റുന്നു. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, എന്നിട്ട് അവക്കിടയിലൂടെ മഴത്തുള്ളികളായി വർഷിക്കപ്പെടുന്നത് നിനക്ക് കാണാം. ഫൈദാ അസാബ ബിഹി മൻ യശാഉ മിൻ ഇബാദി, അവൻ ഉദ്ദേശിക്കുന്ന അടിമകളിലേക്ക് അവൻ അത് ബാധിപ്പിക്കുന്നു, ആ മഴ അനുഭവിപ്പിക്കുന്നു.
ഇദാഹും യസ്തബിശിറൂൻ, അത് കിട്ടിയാൽ അവർ സന്തുഷ്ടരാകുന്നു എന്നാണ്. ഈ വലിയ ഐസുപാളികൾ രൂപപ്പെട്ട് അതിനെ കഷ്ണമായി ആ ഐസുപാളികൾ കാറ്റടിച്ച് ഭൂമിയിലേക്ക് പതിച്ചാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. പക്ഷെ അതൊന്നായി പതിക്കുകയല്ല, അതിന്റെ ഉള്ളിലൂടെ തുള്ളി തുള്ളിയായി മഴത്തുള്ളികളായി രൂപപ്പെടുന്നത് വ്യത്യസ്ത ഘട്ടങ്ങളാണ്. കടലിൽ നിന്ന് നീരാവിയായി ബാഷ്പീകരണമായി കാർമേഘങ്ങൾ രൂപപ്പെടുകയാണ്. ആ കാർമേഘങ്ങളെ ഐസുപാളികളായി അതിനെ കഷ്ണം കഷ്ണമാക്കി അതിൽ നിന്ന് തുള്ളി തുള്ളിയായി മഴ പെയ്യിപ്പിക്കുന്ന അത്ഭുതകരമായ ഈ പ്രതിഭാസത്തെ വിശുദ്ധ ഖുർആൻ എടുത്തു വെക്കുകയാണ്. 10,000-കണക്കിന് ഉപകരണങ്ങളിലൂടെയാണ് ശാസ്ത്രലോകം ഇതിന്റെ സംവിധാനങ്ങൾ കണ്ടെത്തുന്നത്. എന്നാൽ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശാസ്ത്രീയമായി സയൻസും ആധുനികമായ സയൻസും പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അത് ചേർന്നു വരുമ്പോൾ നമുക്ക് ഈമാനികമായി ഒന്നുകൂടി എന്ത് ചെയ്യാണ്, നമുക്ക് നമ്മുടെ ഈമാൻ ഉറക്കുകയാണ്, ദൃഢമാവുകയാണ്. അതേപോലെ മറ്റു ചില കാറ്റുകളെ പറ്റി സൂറത്ത് ഫുർഖാനിലെ 48 പറഞ്ഞു, വഹുവല്ലദീ അർസല റിയാഹ ബുശ്റം ബൈന യദൈ റഹ്മതിഹി, നമ്മുടെ റഹ്മത്ത് കാരണം നമ്മുടെ റഹ്മത്ത് അനുഭവിപ്പിക്കാൻ അവർക്ക് സന്തോഷ വാർത്ത എന്നോണം കാറ്റുകൾ അയക്കുന്നവനാണ് അവൻ. വഅൻസൽനാ മിനസ്സമായി മാഅൻ തഹൂറ, തഹൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ശുദ്ധിയുള്ളത്, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളത്. അങ്ങനെ തഹൂറായ വെള്ളത്തെ ആകാശത്തു നിന്ന് നാം ഇറക്കിയിരിക്കുന്നു എന്നാണ്. എത്ര വലിയ അനുഗ്രഹമാണിത്. നമുക്കറിയാം, മഴ പെയ്യിപ്പിക്കാനുള്ള ശ്രമം ലോകത്ത് നടത്തിയിട്ടുണ്ട്, കോടികൾ ചെലവഴിച്ച്. പക്ഷെ പരാജയമാണ്. അത് സ്ഥായിയായി നിലനിൽക്കുന്നതല്ല, അത് പരാജയപ്പെട്ടതാണ്. എന്നാൽ ഒരു നയാ പൈസ ചോദിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംവിധാനങ്ങളിലൂടെ എല്ലാം നമുക്ക് വെള്ളത്തെ നമുക്ക് നൽകിയിരിക്കുകയാണ്. എത്ര വലിയ അത്ഭുതമാണ്. ഭൂമിയിൽ അത് കാറ്റ് 100 കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിച്ചു വീശുകയാണ്. അതിലൂടെ കാർമേഘങ്ങൾ അത് പ്രത്യേകമായി ഉരുക്കി അവയിൽ നിന്ന് വെള്ളമൊഴുകുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബയിലെ 10 ദൃഷ്ടാന്തങ്ങൾ എണ്ണി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, കാർമേഘ കീറുകളിൽ നിന്ന് കോരിച്ചൊരിയുന്ന മഴയെ വെള്ളത്തിറക്കിയത് നാം ആകുന്നു. അപ്പൊ വലിയ അത്ഭുതമാണ്. മാത്രമല്ല, ഈ കാറ്റിലൂടെ സംഭവിക്കുന്ന മറ്റു ചില കാര്യം എന്താണ്? ഈ പരാഗണം നടക്കുന്നത് കാറ്റിലൂടെയാണ്. വിശുദ്ധ ഖുർആനാണ് അത് പറയുന്നത്. സസ്യങ്ങളിൽ പരാഗണം നടക്കും. വർസൽന റിയാഹ ലവാഖിയ ഫഅൻസൽനാ മിനസ്സമാഇ മാഅൻ ഫഅസ്ഖൈനാകുമുഹു, നിങ്ങളെ നാം കുടിപ്പിച്ചു അതിലൂടെ. അള്ളാഹുവിന്റെ വളരെ സ്നേഹത്തോടെയുള്ള പ്രയോഗമാണ്. ഫഅസ്ഖൈനാകുമുഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് കുടിപ്പിക്കുന്നത് നാം ആകുന്നു എന്നാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത്, വമാ അൻതും ലഹു ബിഖാസിനീൻ, അതിനെ ശേഖരിച്ചു വെക്കാൻ നിങ്ങൾ കഴിവുള്ളവരല്ല. ഇപ്പൊ മഴ ഇങ്ങനെ പെയ്യുന്നു, അതിന് നമ്മക്കാർക്കാണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റണത്? നമ്മുടെ കിണറിലേക്ക് ശുദ്ധമായ സ്വച്ഛമായ വെള്ളമായി നമ്മളത് കോരി കുടിക്കുകയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 100 കണക്കിന് വചനങ്ങളാണ് മഴയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ നടത്തിയ പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്ന എന്താണ്? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ, കുടിക്കുന്ന വെള്ളത്തെ പറ്റി പോലും ചിന്തിക്കാൻ പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, അവർ നന്ദി കാണിക്കുന്നില്ലല്ലോ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഉപ്പുരസമുള്ളതാക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. ഭൂമിക്ക് ചുറ്റും നമുക്കറിയാം എന്താണ്? കടലാണ്. കടൽ വെള്ളം ഉപ്പുജലമാണ്. പക്ഷെ അതിന്റെ നടുവിലാണ് നമ്മൾ ഭൂമിയിലുള്ളത്. പക്ഷെ അതിനെ ഉപ്പുരസമില്ലാത്ത ശുദ്ധമായ നല്ല വെള്ളമായി നമ്മൾ അതിനെ കുടിക്കുകയാണ്. പക്ഷെ അള്ളാന്റെ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല? അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ രൂപപ്പെടേണ്ടതാണ്, പടച്ചവന് നന്ദി കാണിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സാണ് ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഈ മഴ വരുന്നതിന് മുമ്പ് മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. എന്താ മനുഷ്യന്റെ അവസ്ഥ? വഇൻ കാനൂ മിൻ ഖബ്ലു അൻ യുനസ്സല അലൈഹി മിൻ ഖബ്ലിഹി ലമുബ്ലിസീൻ, അവർ ആശയറ്റവരായിരുന്നു ഈ മഴ വരുന്നതിന് മുമ്പ്, അല്ലെ? മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നിരാശരായിരുന്നു. ആ നിരാശയിൽ നിന്നാണ്, ദുരിതത്തിൽ നിന്നാണ് അള്ളാഹു നമുക്ക് എന്ത് ചെയ്തത്? മഴ നൽകിയത്. അപ്പൊ ഇതൊരു വലിയ ആയാത്താണ്, വലിയ ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, മഴയെ പറ്റി പറഞ്ഞപ്പോ, ദാലിക ലദിക്റാ ലിഉലിൽ അൽബാബ്, ബുദ്ധി ഉപയോഗിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. എന്നാൽ ഭൂരിപക്ഷത്തിന്റെ അവസ്ഥ എന്താണ്? ഫഅബാ അക്സറൻ നാസി ഇല്ലാ കഫൂറ,
ഭൂരിപക്ഷം മനുഷ്യർ ഇതൊക്കെ അറിഞ്ഞിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും അവർ നന്ദി കേടിലാണ് മുന്നോട്ട് പോകുന്നത്. നന്ദി കെട്ടവരാണ് ഭൂരിപക്ഷം ആളുകൾ. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ സൂറത്തുർ റൂമിലെ 24 എന്താ? ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർക്ക് മഴയിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. മഴ പെയ്യുന്നതിലൂടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇതിലൂടെ എത്തിക്കുന്നത് എവിടേക്കാണ്? മഴയുടെ അത്ഭുതം എടുത്തു പറഞ്ഞ് അത് വിശദീകരിക്കുമ്പോൾ അള്ളാഹു നമ്മളെ എത്തിക്കുന്ന കുറെ പോയിന്റുകളുണ്ട്. അതിലൊന്ന് ഉയർത്തെഴുന്നേൽപ്പിനെ ബോധ്യപ്പെടുത്തുന്നതാണ് മഴ. എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിനെ ബോധ്യപ്പെടുത്തുന്നത്? പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. ഈ പെയ്യുന്ന മഴ പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ്. ഏതാണ് ആയത്ത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറാഫിലെ 84-ാമത്തെ ആയത്ത്, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ 35-ാം അധ്യായം 9-ാമത്തെ വചനം, ഇവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വല്ലാഹുല്ലദീ അർസല റിയാഹ ഫതുസീറു സഹാബൻ, അല്ലാഹുവാണ് കാറ്റിനെ അയച്ചിട്ടുള്ളവൻ. ഫതുസീറു സഹാബൻ, എന്നിട്ട് അവൻ കാർമേഘങ്ങളെ ഇളക്കി വിടുന്നു. ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്, എന്നിട്ട് അല്ലാഹ് പറയാണ് നിർജീവമായ ഭൂമി, മയ്യിത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചതാണ്, നിർജീവമായി വറ്റി വരണ്ട. നമ്മളെ വേനൽക്കാലത്ത് നമ്മുടെ കുട്ടികൾ കളിക്കുന്ന പിച്ച് ഗ്രൗണ്ട് നമ്മൾ കണ്ടിട്ടില്ല, വറ്റി വരണ്ട് വിണ്ടുകീറിയ ആ ഭൂപ്രതലം ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്, അതിനെ കുടിപ്പിക്കുന്നു എന്നാണ്. അവിടെ ആ മഴ പെയ്ത് അതിനെന്ത് ചെയ്യുന്നു? നനപ്പിക്കാണ്. ആ നനവ് തട്ടുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയാണ് ഫഅഹ്യൈനാ ബിഹിൽ അർദ്, ഭൂമി ജീവസുറ്റതായി മാറുന്നു. എന്നിട്ട് ബഅദ മൗതിഹ, ഭൂമി നിർജീവമായതിനു ശേഷം ഭൂമിയെ നാം ജീവിപ്പിക്കുന്നു. എന്നിട്ട് അവസാനം അല്ലാഹ് പറഞ്ഞു, ഈ ആയത്ത് അവസാനിപ്പിച്ച എങ്ങനെയാ? കദാലിക്കൻ നുശൂർ, ഇങ്ങനെയാണ് അവസാനിപ്പിച്ചത്. എന്താ ഇതിന്റെ അർത്ഥം? കദാലിക്കൻ നുശൂർ എന്നാണ്. 6 അടി മണ്ണിൽ നിന്ന്, നുരുമ്പിയ എല്ലുകളിൽ നിന്ന് മനുഷ്യൻ രണ്ടാമത് പുറത്തു വരും. ഏതുപോലെ? ഈ വരണ്ട ഭൂമിയിൽ സസ്യങ്ങൾ മുളച്ചു പൊന്തുന്നത് ജീവസുറ്റതായതുപോലെ മനുഷ്യൻ 6 അടി മണ്ണിൽ നിന്നും ഒരുമ്പിയ എല്ലിൽ നിന്ന് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന യാഥാർത്ഥ്യം കദാലിക്കൻ നുശൂർ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അതുപോലെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഈ മഴയിലൂടെ സസ്യങ്ങൾ കിളിർത്തു വന്നതുപോലെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഖബറുകളിൽ നിന്ന് അപ്രകാരമാണ് പുറത്ത്. സൂറത്തു ഖാഫിലെ 11 അല്ലാഹ് പറഞ്ഞ എന്താണ്? ഉയർത്തെഴുന്നേൽപ്പിനെ ഒപ്പിച്ചു. അപ്രകാരമാണ് നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുന്നത്. ഉയർത്തെഴുന്നേൽപ്പാണ് പറയുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് നിങ്ങൾ, കാരുണ്യത്തിന്റെ അടയാളങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക. കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, ഭൂമി നിർജീവമായതിനു ശേഷം എങ്ങനെയാണ് അവൻ ജീവനുള്ളതാക്കിയത് അതിനെ? ഇന്ന ഫീ ദാലിക ലമുഹ്യിൽ മൗത, അത് ചെയ്യുന്നവൻ മരിച്ചവരെ ജീവിപ്പിക്കും. അപ്പൊ ഈ മഴ എന്തിനാണ് ഓർമ്മപ്പെടുത്തിയത്? നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിനൊരു അന്ത്യം സംഭവിക്കും. അതിനുശേഷം നമ്മളെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന യാഥാർത്ഥ്യമാണ് മഴയിലൂടെ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഴ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന അള്ളാഹുവിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തത്തിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്ന്, ഈ അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ, ഈ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഖുർആനിന്റെ ദൈവീകതയാണ് ബോധ്യപ്പെടുത്തുന്നത്. 2, ഈ അനുഗ്രഹം നൽകിയ അള്ളാഹുവിന് നന്ദി കാണിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മളെല്ലാം ഒരു ദിനം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന യാഥാർത്ഥ്യത്തെ നമ്മുടെ കൺമുന്നിലുള്ള ഈ മഴയും മഴയിലൂടെ മുളച്ചു പൊന്തുന്ന നമ്മുടെ പരിസരങ്ങളിലുള്ള സസ്യലതാദികളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വലിയ യാഥാർത്ഥ്യങ്ങളാണ്, നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വലിയ യാഥാർത്ഥ്യങ്ങളാണ്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മഴയുടെ അത്ഭുതം എടുത്തു പറഞ്ഞ് വിശദീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സമർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട 2 പോയിന്റുകളിൽ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പാണ്. മറ്റൊരു കാര്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കാര്യം. അത് പറഞ്ഞെടുത്തൊക്കെ
അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞപ്പോൾ മഴയെ ചേർത്ത് പറഞ്ഞു. നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് 21-ാമത്തെ ആയത്തിൽ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ നടത്തിയ പരാമർശമാണ് എന്ത്? അത് തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്താണ്. യാ യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ആരാധിക്കുക. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുള്ളവരായേക്കാം. എന്നിട്ട് അള്ളാഹിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ എടുത്തു പറഞ്ഞു. എന്തൊക്കെയാണ് എടുത്തു പറഞ്ഞത്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ അവനാണ്. വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ മേൽപ്പുരയാക്കി തന്നത് അവനാണ്. വഅൻസല മിനസ്സമാഇ മാഅൻ, എന്നിട്ട് മൂന്നാമത് എടുത്തു പറഞ്ഞ പോയിന്റ് എന്താണ്? വഅൻസല മിനസ്സമാഇ മാഅൻ, ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി തന്നത് അവനാണ്. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, അത് കാരണം നിങ്ങൾക്ക് ഉപജീവനം റിസ്ഖ് നൽകിയത്, സമറാത്തുകൾ പിന്നെ സമൃദ്ധമായ ഫലവർഗങ്ങൾ നൽകിയത് അള്ളാഹുവാണ് മഴയിലൂടെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞെന്താ? തൗഹീദാണ് അവിടെ പറയുന്നത്. ഈ മഴയെ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞെന്താണ്? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ, അങ്ങനെ ഇരിക്കെ അള്ളാഹുവിനെ നിങ്ങൾ സമന്മാരെ ചേർക്കരുത്, സമന്മാരെ ഉണ്ടാക്കരുത്. അള്ളാഹുവിന് തുല്യനായി മറ്റൊരാളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? വെക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് സമനെ നിശ്ചയിക്കരുത്. മഴ പെയ്യിപ്പിക്കുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് പ്രാർത്ഥന കേൾക്കാൻ കഴിവുള്ളവൻ, ആരാധനകൾക്കെല്ലാം അവകാശപ്പെട്ടവൻ അവരാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, നേർച്ചകൾ, വഴിപാടുകൾ, സുജൂദുകൾ, തവക്കുലുകൾ എല്ലാം ആ പടച്ചവന്റെ മുമ്പിൽ മാത്രം. കാരണം ആ പടച്ചവനാണ് മഴയെ ഇറക്കി തന്നത്. ആ മഴ ഇറക്കി തന്നവനായ പടച്ചവനെ വിട്ട് പടപ്പുകളിലേക്ക് നിങ്ങൾ പോകരുത്. അള്ളാഹുവിന് സമന്മാരെ നിങ്ങൾ ഉണ്ടാക്കരുത്. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. ഇതാണ് തൗഹീദാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട്. അവനെ മാത്രം ആരാധിക്കുക എന്ന യാഥാർത്ഥ്യത്തെ മഴയിലൂടെയാണ് അള്ളാഹു മനുഷ്യനെ ബോധ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, മഴ അനുഗ്രഹമായതുപോലെ തന്നെ അതൊരു പക്ഷെ ശിക്ഷയായിട്ടും വരാം. അത് ചരിത്രത്തിൽ നമുക്കതിന് തെളിവുകൾ കാണാൻ സാധിക്കും. മുൻകാലക്കാർക്ക് ഒരാളും ചെയ്യാത്ത സ്വർഗാനുരാഗം എന്ന സ്വർഗരതി എന്ന തിന്മ ചെയ്ത ആദ്യത്തെ തലമുറയാണ് ലൂത്ത് നബിയുടെ ഖൗമ്. ആണും ആണും പെണ്ണും പെണ്ണും എന്ന രീതി ലോക ചരിത്രത്തിൽ ആദ്യം കൊണ്ടുവന്നവരാണ്. അവരെ അള്ളാഹു ശിക്ഷിച്ചത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ സൂറത്തു ആറാഫിലെ 84 പറഞ്ഞു, അവിടെയും ഒരു മഴയാണ് പെയ്തത്. ആ മഴ എന്തായിരുന്നു? സാധാരണ മഴയല്ല. വഅംതർനാ അലൈഹിം മത്റ ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, നാം അവരുടെ മേൽ ഒരു തരം മഴ വർഷിപ്പിച്ചു. അതൊരു ചുടുകല്ലുകൾ കൊണ്ടുള്ള മഴയാണ്. ആ മഴ പെയ്തപ്പോ അള്ളാഹ് പറയാണ്, നിങ്ങൾ നോക്കൂ ആഖിബത്തുൽ മുജ്രിമീങ്ങളുടെ, കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ ലൂത്ത് നബിയുടെ ഖൗമ് ചെയ്തത് ആണും ആണും പെണ്ണും പെണ്ണും എന്ന സ്വർഗരതി എന്ന വലിയൊരു തിന്മയെ അവർ ആദ്യമായി കൊണ്ടുവന്നവരവരാണ്. ഖൗമു ലൂത്താണ്. സദൂം പിന്നെ നിവാസികളാണ് ആദ്യം ഇത് ചെയ്തത്. അതിന് 3 രൂപത്തിലാണ് അള്ളാഹു ആ ഖൗമിനെ ശിക്ഷിച്ചു കളഞ്ഞത്. അത് ഇന്നും ലോക ഭൂപടത്തിൽ ഇന്നും അത് ദൃഷ്ടാന്തമായി അള്ളാഹു നിലനിർത്തിയിരിക്കുകയാണ്. 3 രൂപത്തിൽ അവർക്ക് മേൽ ചുടുകല്ലുകൾ കൊണ്ടുള്ള മഴ വർഷിപ്പിച്ചു, അവരെ കീഴ്മേൽ മറിച്ചിട്ടു, അവരുടെ മേൽ ഘോര ശബ്ദമയച്ചു. ഇന്നും ഡെഡ് സീ നിലനിൽക്കുകയാണ്, ചാവുകടൽ, ബഹറുൽ മയ്യിത്ത്, ചാവുകടൽ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ഇന്നും നിലനിൽക്കുകയാണ്. അതിനെ ഇന്നും നമ്മുടെ നാട്ടിൽ നോർമലൈസ് ചെയ്യപ്പെടുന്നു. ആളുകൾ ആണും ആണും പെണ്ണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്നതിന് ലെസ്ബിയൻസ് വളരെ നിസ്സാരമായി അതിനെന്താണ് പ്രശ്നം എന്ന് ആളുകൾ ചോദിക്കുന്നു. ഒരു നാടിനെ മുച്ചൂടും നശിപ്പിച്ചു കളഞ്ഞ മഹാതിന്മയെ നമ്മുടെ നാട്ടിലെ ആളുകൾ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഇറങ്ങിയത് ശിക്ഷയായി ഒരു മഴയാണ് ഇറങ്ങിയത്. ഇനി മാത്രമല്ല, നൂഹ് നബിയുടെ ഖൗമിനെ നശിപ്പിച്ചത് മഴയിലൂടെയാണ്, ജലപ്രളയത്തിലൂടെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിലെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, മിമ്മാ ഖതിയാതിഹിം ഉഗ്രിഖൂ ഫൗദ്ഖിലൂ നാറാ, അവരുടെ പാപങ്ങൾ കാരണത്താൽ അവര് ചെയ്തിരിക്കുന്ന പാപം നിമിത്തം അവർ മുഖ്യ നശിപ്പിക്കപ്പെട്ടു, എന്നിട്ടവർ നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അപ്പോൾ തങ്ങൾക്ക് അള്ളാഹുവിന് പുറമെ സഹായികളാരെയും അവർ കണ്ടെത്തിയില്ല. അവര് നൂഹ് നബിയെ പരിഹസിച്ചു, തൗഹീദ് സ്വീകരിച്ചില്ല. നൂഹ് നബിയെ പൂർണ്ണമായും മജ്നൂൻ എന്നാണ് വിളിച്ചത്.
ഭ്രാന്തൻ എന്നാണ് വിളിച്ചത്. 950 കൊല്ലം നൂഹ് നബി ദഅവത്ത് നടത്തി, സ്വീകരിച്ചില്ല. ആ ഖൗമിനെ അള്ളാഹു ഏറ്റവും വലിയ ജലപ്രളയത്തിലൂടെയാണ്, തുടർച്ചയായി മഴ വർഷിച്ച് അവർ ജലപ്രളയത്തിൽ, നൂഹ് നബിയുടെ സ്വന്തം മകൻ പോലും ആ ജലപ്രളയത്തിൽ പെട്ടുപോയി എന്നാണ്. ഞാൻ ജൂതി പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി രക്ഷപ്പെട്ടോളാം എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ ആ പർവ്വതവും മുങ്ങുമാറ് ആ നാട്ടിൽ വെള്ളം കയറി എന്നാണ്. ജലപ്രളയം, ഏറ്റവും വലിയ ജലപ്രളയം. ആ ജലപ്രളയത്തിൽ ഇവരെല്ലാം മുക്കി നശിപ്പിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഒരുപക്ഷെ അത് ശിക്ഷയായും മഴകൾ കടന്നു വരാം. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഹൈറിനെ ചോദിക്കുന്നത്. അല്ലാഹുവേ, ഈ മഴ ഹൈറാകണേ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന് ചോദിക്കുന്നത്. കാറ്റടിക്കുമ്പോൾ, ഇടിമിന്നലടിക്കുമ്പോൾ അതൊക്കെ നമ്മൾ അതിന്റെ ഷർറുകളിൽ നിന്ന് രക്ഷ തേടുന്നതും അതിന്റെ ഹൈറിനെ ചോദിക്കുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു ശിക്ഷിച്ച ചരിത്രങ്ങൾ ഖുർആനിൽ. സബഅ് ദേശക്കാർക്ക് എന്താണ് പറ്റിയത്? 2 തോട്ടങ്ങളാണ് അവർക്കുണ്ടായത്. സബഅ് ദേശക്കാർക്ക് ഫലസമൃദ്ധമായ തോട്ടമാണ് അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ അവർക്ക് സദ്ദു മആരിബ് എന്ന് പറയുന്ന വലിയൊരു അണക്കെട്ടുണ്ട്. ആ അണക്കെട്ടിൽ നിന്നവർ തോട്ടങ്ങൾക്ക് വെള്ളം യഥേഷ്ടം അവർക്ക് കിട്ടി. അവർ അങ്ങനെ സുഖലോലുപതയിൽ ജീവിച്ചു. എല്ലാ ഫലഭൂഷ്ടമായ കാര്യങ്ങളും സസ്യങ്ങളും അവിടെ മുളച്ചിരുന്നു. അവരങ്ങനെ മതിമറന്ന് ജീവിച്ച് അവസാനം എന്ത് ചെയ്തു? അവര് റബ്ബിനെ മറന്ന് അവർ വഴിവിട്ട് ജീവിച്ചു, നന്ദികേടിന്റെ വഴിയിൽ ജീവിച്ചു. ആ സമുദായത്തിന് പറ്റിയത് എന്താണ്? ആ സബഅ് ദേശക്കാർക്ക് പറ്റിയെന്താണ്? ആ അണ പൊട്ടി ഒഴുകി എന്നാണ്. അണ പൊട്ടി ഒഴുകിയിട്ട് അവരുടെ കൃഷിയും അവരുടെ നാടും എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എന്താണ് കാരണം? എന്താണ്? അവരുടെ നന്ദികേടിന്റെ പരിണിതി ഫലമാണ്. അവർക്ക് ശിക്ഷ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഴ എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ അനുഗ്രഹമാണെങ്കിലും അതൊരുപക്ഷെ അത് ശിക്ഷയായും നമ്മളിലേക്ക് കടന്നു വരാം. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിന്മകളെ നിസ്സാരവൽക്കരിക്കുകയല്ല ചെയ്യേണ്ടത്. തിന്മകളെ, ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തിന്മകളെ തിന്മകളായി കണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? സാധിക്കേണ്ടതുണ്ട്. യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ഗുണം തന്നെ എന്താണ്? അവർ അനാവശ്യമായ കാര്യങ്ങൾ നടക്കുന്നിടത്തുകൂടെ അവർ നടന്നു പോവുകയാണെങ്കിൽ വൈദാ മർറു ബില്ലഗ്വി മർറു കിറാമ, അവർ മാന്യന്മാരായി നടന്നു പോകുന്നവരാണ്. തിന്മകളിൽ ഒരു നിലക്കും അവർ ഇൻവോൾവ് ചെയ്യൂല, അതിനെ സപ്പോർട്ട് ചെയ്യൂല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്ക ഭാഗത്ത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചു എന്ന് പറഞ്ഞെടുത്ത് അതിന്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു പറഞ്ഞെന്താണ്? അവർക്ക് നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. രണ്ടാമത്തെ അവരുടെ ക്വാളിറ്റി എന്താണ്? വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അവർ അനാവശ്യങ്ങൾ നടക്കുന്നിടത്ത് നിന്ന് അവർ തിരിഞ്ഞു കളയുന്നവരാണ്. അതിൽ പങ്കെടുക്കുന്നവരെന്നല്ല, അവർ പൂർണ്ണമായി അതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ലഗ്വിൽ നിന്ന്, അത്തരം ആഭാസങ്ങൾ നടക്കുന്നിടത്ത്, ഹറാമുകൾ നടക്കുന്നിടത്ത്, അത്തരം സംസാരങ്ങൾ നടക്കുന്നിടത്ത് നമ്മുടെ നിലപാടുകൾ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാത്ത, അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന അത്തരം സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും എന്ത് ചെയ്യണം? മാറി നിൽക്കുകയും അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങുകയും, ഇനി തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ, നമ്മുടെ പരിധിയിൽപ്പെട്ട തിരുത്താൻ കഴിയുന്നിടത്താണെങ്കിൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, കൈകൊണ്ട് അതിനെ തടുക്കുക, അല്ലെങ്കിൽ നാവ് കൊണ്ട് തടക്കുക, പറയാ ഇത് തെറ്റാണ്. ഇനി അല്ലെങ്കിൽ അതിന്റെ ഈമാനിന്റെ ദുർബലമായ സ്റ്റേജ് എന്താണ്? ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യുക. വദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ സ്റ്റേജ്. അങ്ങനെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? അതിൽ പറ്റണം. അപ്പൊ തിന്മകളെ നിസ്സാരവൽക്കരിക്കുകയും അനുഗ്രഹങ്ങളെ തിരിച്ചറിയാതെ നന്ദികേടിന്റെ വഴി സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു ശിക്ഷയായി, വെള്ളത്തെ കൊണ്ട് ശിക്ഷയായി ചില സമുദായങ്ങളുടെ മേൽ പതിപ്പിച്ചതിന്റെ ഉദാഹരണങ്ങളാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് മഴ അധികമായാൽ, ഇനി അധികമാവുമെന്ന്, നമുക്ക് പ്രയാസകരമായി തോന്നുമെന്ന് വിചാരിക്കപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഹവ അലൈന വല അലൈന എന്ന പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറമാ ഫീഹാ വ ഖൈറമാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ എന്ന ദുആകൾ കാറ്റ് അതിശക്തമായി വീശുമ്പോൾ, അതേപോലെ മഴ ശക്തമായി നമുക്ക് അപകടകരമായ രൂപത്തിലേക്ക് പോകുമെന്ന് തോന്നിയാൽ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. മുത്തിർനാ ബിഫളില്ലാഹി വറഹ്മത്തിഹി, മഴ ചോർന്നു കഴിഞ്ഞാൽ, അത് പെയ്തു തീർന്നാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്
ഞങ്ങൾക്കിതാ മഴ ലഭിച്ചിരിക്കുന്നു. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ, അല്ലാഹുവേ നാഫിയായ പ്രയോജനപ്രദമായ ഫലപ്രദമായ മഴയെ ഞങ്ങൾക്ക് തരണേ എന്ന പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ആ നിലക്ക് നമ്മൾ ഏത് സന്ദർഭത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ആ സന്ദർഭത്തിൽ നമുക്ക് ആ സന്ദർഭത്തിലെ ദീൻ എന്താണോ, പ്രാർത്ഥന എന്താണോ, അത് നമ്മുടെ ജീവിതത്തിൽ ആ സുന്നത്ത് എന്താണ്, ആ സുന്നത്തിനെ ആ സമയത്ത് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു ഇനി അവർക്ക് ശിഫ നൽകി ആഫിയത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്ന് സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അല്ലാഹു ഇനി അവർക്ക് അവരുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തെ നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അല്ലാഹു ഇനി അവർക്ക് നിർഭയത്വവും സമാധാനവും രക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انا نسالك الجنه. اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.